അനന്തകോടി നക്ഷത്രങ്ങൾക്ക് മധ്യേ പ്രോജ്വലിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ തിളങ്ങി നിൽക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിൻ്റെ പിറവി മുതൽ അതിൻ്റെ നാൾവഴികളിലൂടെ സഞ്ചരിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത്, മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എങ്കിൽ പോലും അത് മുന്നോട്ട് വെക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനവും അതോടൊപ്പം തന്നെ മാനവികതയും മാനുഷികതയും മതസൗഹാർദ്ദവും മതമൈത്രിയുമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ മുസ്ലിം ലീഗ് നിർമ്മിച്ച് നൽകിയിട്ടുള്ള 10,000-ൽ കൂടുതലായിട്ടുള്ള ബൈത്തുർ റഹ്മ സ്നേഹഭവനങ്ങൾ. അതേപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മെഡിക്കൽ കോളേജിന് സമീപത്തായി തലയുയർത്തി നിൽക്കുന്ന CH സെൻ്ററുകൾ, ഡയാലിസിസ് സെൻ്ററുകൾ, അവിടെ നിന്ന് സൗജന്യമായി വിതരണം ചെയ്യുന്ന മരുന്നുകളും അതോടൊപ്പം തന്നെ കൂട്ടിരിപ്പുകാർക്കും രോഗികൾക്കുമുള്ള ഭക്ഷണങ്ങളും മരുന്നുകളും. കൂടാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചീറിപ്പായുന്ന ആയിരക്കണക്കായിട്ടുള്ള മുസ്ലിം ലീഗ് പാർട്ടിയുടെ കീഴിലുള്ള ആംബുലൻസുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും ഒരു ഭരണ സംവിധാനത്തിന് പോലും ചെയ്തു തീർക്കാൻ വേണ്ടി കഴിയാത്ത സംഭവങ്ങളും സംഗതികളും വളരെ വേഗതയിൽ ചെയ്തു തീർക്കുകയാണ് മുസ്ലിം ലീഗ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തം, കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് വയനാട് ചൂരൽമലയിൽ നടന്ന ഉരുൾപൊട്ടൽ. അതിൽ സർവ്വവും നഷ്ടപ്പെട്ട് 700ഓളം പേരാണ് മരണത്തിന് കീഴടങ്ങിയത്. ശേഷിച്ചവരാകട്ടെ ഒരു ജീവിതായുസ് മുഴുവൻ നേടിയെടുത്ത സ്വന്തം പുരയിടവും കൃഷിയിടവും സ്ഥാപനങ്ങളും വാഹനങ്ങളും തകർന്നടിഞ്ഞ് ഒരു രൂപ പോലും പോക്കറ്റിൽ ബാക്കിയില്ലാതെ വലിയൊരു ചോദ്യചിഹ്നമായി നമുക്ക് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. അവരെ ചേർത്ത് പിടിക്കുകയാണ് മുസ്ലിം ലീഗ്. അവർക്ക് സ്വാതന്ത്ര്യമാകുകയാണ് മുസ്ലിം ലീഗ്. അവർക്ക് സഹായമാകുകയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ 691 പേർക്ക് 15,000 രൂപ സഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. 40 വ്യാപാരികൾ, ഉപജീവന മാർഗം നടത്തിയിരുന്ന എല്ലാ കച്ചവട സ്ഥാപനങ്ങളും തകർന്നടിഞ്ഞ് അത് മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയപ്പോൾ 40 വ്യാപാരികൾക്ക് 500,000 രൂപ വീതമാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. 4 ജീപ്പ് ഡ്രൈവർമാർക്കും 3 ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും അവരുടെ വാഹനങ്ങൾ തകർന്നപ്പോൾ 7 പേർക്കും പുതുപുത്തൻ ജീപ്പുകളും ഓട്ടോറിക്ഷകളുമാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. 48 പേർക്ക് വിദേശത്ത് ജോലി നൽകുന്നതിന് വേണ്ടി KMCC-യുമായി സഹകരിച്ച് അതിൻ്റെ പ്രവർത്തനത്തിലാണ് മുസ്ലിം ലീഗ്. മാത്രവുമല്ല 100 കുടുംബത്തിന് 8 സെൻറ്റ് ഭൂമിയിടത്തിൽ 1000 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ച് നൽകുകയാണ് മുസ്ലിം ലീഗ്. ഇവിടെ ഒരു ഭരണകൂടമുണ്ട്. അവിടെ ദുരന്തം നടന്ന് ഇത്രയും ദിവസമായിട്ട് ഒരുപാട് സംഖ്യ, വലിയ കോടികൾ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിട്ടും ഈ പാവപ്പെട്ടവരെ, ഈ ദുരിതബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി ഈ ഭരണകൂടത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് പരമാർത്ഥം. മാത്രവുമല്ല, ദുരന്തം നടന്ന അതേ സമയത്ത് തന്നെ അവിടെ ഓടിയെത്തിയത് മറ്റുള്ള സന്നദ്ധ സംഘടനകളെ പോലെ വൈറ്റ് ഗാർഡ്, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സന്നദ്ധ സേവകരാണ് അവിടെ ഓടിയെത്തിയത്. മാത്രവുമല്ല, അവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സൈനികർ, ആരോഗ്യ മേഖലകളിലുള്ളവർ, കൂടാതെ നാട്ടുകാർ, ഒന്നുമില്ലാതെ പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള നാട്ടുകാർ, കുടുംബക്കാർ, അവർക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്തത് 3 ദിവസം, ഓരോ ദിവസവും 10,000 പേർക്ക് വെച്ച് വൈറ്റ് ഗാർഡായിരുന്നു. ആ ഭക്ഷണശാല പോലും പൂട്ടിച്ചത് ഇവിടെയുള്ള പിണറായി സർക്കാരും പിണറായി പോലീസുമാണ്. ജനദ്രോഹ ഭരണത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിരുന്നു അത്. അപ്പോൾ ഇത്തരത്തിലുള്ള ജനദ്രോഹം നടത്തുന്നു, ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായിട്ടുള്ള തെളിവായിരുന്നു നമുക്ക് ആ ദുരന്തമുഖത്ത് കാണേണ്ടി വന്നത്. അവിടെയാണ് മുസ്ലിം ലീഗ് ചേർത്ത് പിടിക്കലിൻ്റെയും സമാധാനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും പാത സ്വീകരിച്ചുകൊണ്ട് ഇത്രയും വലിയ ഒരു സഹായവുമായി മുമ്പോട്ട് വന്നത്. അത് ഏറ്റെടുത്തിരിക്കുകയാണ് മുഴുവൻ ജനവിഭാഗങ്ങളും. അതിൽ മുസ്ലിം ലീഗുകാരുണ്ട്, മുസ്ലിം ലീഗിൽ വിശ്വസിക്കാത്ത ഇതര രാഷ്ട്രീയ പ്രസ്ഥാനക്കാരുണ്ട്, അമുസ്ലിങ്ങളായിട്ടുള്ള, മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് ജനങ്ങളുണ്ട്. അവരൊക്കെ ലക്ഷങ്ങളും 10,000ങ്ങളുമാണ് ഈ ഒരു സംരംഭത്തിലേക്ക് സംഭാവന ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ പ്രളയകാലത്തും അതോടൊപ്പം തന്നെ കവളപ്പാറ ഉരുൾപൊട്ടലിലും ദുരിതാശ്വാസ നിധിയിലേക്ക്, സർക്കാരിലേക്ക് ജനങ്ങൾ വാരിക്കോരി ആടും കോഴിയും വിറ്റും അതോടൊപ്പം തന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ സൂക്ഷിച്ച ഭണ്ഡാരപ്പെട്ടി പൊട്ടിച്ചും അതിലേക്ക് സംഭാവന ചെയ്തപ്പോൾ അതിൽ കോടികൾ അടിച്ചു മാറ്റുകയായിരുന്നു CPM-ഉം അതോടൊപ്പം തന്നെ ഈ ഭരണവർഗവും. മരണപ്പെട്ടു പോയ CPM നേതാക്കന്മാർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വാരിക്കോരി കൊടുക്കുന്നു. ഒട്ടനവധി CPM DYFI നേതാക്കന്മാർ
പല രൂപത്തിലും കൃത്രിമവും ദുരുപയോഗവും ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കോടികൾ അടിച്ചു മാറ്റുന്നു. ഇതൊക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ട സത്യസന്ധമായിട്ടുള്ള കരങ്ങളാണ് മുസ്ലിം ലീഗിൻ്റെത്, എത്തേണ്ട സമയത്ത് എത്തേണ്ടവരിലേക്ക് എത്തും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് ചുരുങ്ങിയ ദിവസം കൊണ്ട് 28 കോടി രൂപ സമാഹരിക്കുവാൻ വേണ്ടി മുസ്ലിം ലീഗിന് സാധിച്ചത്. ഇതൊക്കെ കണ്ടുകൊണ്ട് മൊക്കറയിടുന്ന ചില ആടുകളൊക്കെ മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ഉണ്ട് എങ്കിലും അവരെയൊക്കെ നമ്മൾ അർഹിക്കുന്ന അവജ്ഞതയോടുകൂടി തള്ളിക്കളയുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വയനാട് ചൂരൽമലയിൽ ഭക്ഷണം വിതരണം ചെയ്യുകയായിരുന്ന വൈറ്റ് ഗാർഡിൻ്റെ ഭക്ഷണശാല പോലും പൂട്ടിച്ച ഈ പിണറായി സർക്കാരിനുള്ള കനത്ത ഒരു പ്രഹരമാണ് കഴിഞ്ഞ പ്രളയ സമയത്ത് പിണറായി സർക്കാരിൻ്റെ ദുരിതാശ്വാസത്തിലേക്ക് ലഭിച്ച സംഖ്യയുടെ 10% പോലും ഇന്ന് ലഭിക്കാതെ പോയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന് ലഭിച്ച ഈ വലിയൊരു പിന്തുണ അത് മുസ്ലിം ലീഗ് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ജീവകാരുണ്യവും ചേർത്ത് പിടിക്കലുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുസ്ലിം ലീഗിനോടൊപ്പം ഇത്തരത്തിലുള്ള വലിയൊരു ദൗത്യ നിർവഹണത്തിൽ പങ്കാളികളാവാം. അതിന് നമ്മൾക്ക് പിന്തുണ